പടുകൂറ്റൻ കെട്ടിടങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഈ നാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജനവാസമുണ്ടായിരുന്ന, ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലേക്ക് കച്ചവടത്തിനെത്തിയിരുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലം കൂടിയാണ്. അത്തരത്തിലുള്ള മനോഹരമായ ഇന്നലകൾ UAEക്കുണ്ട്. അത്തരത്തിൽ നാടിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തിരിക്കുന്നത്. ഫുജൈറ എന്ന മനോഹര എമിറേറ്റിലേക്ക്. അവിടെ ഒരു പള്ളിയുണ്ട്, UAEയിലെ ഏറ്റവും പഴയ പള്ളി എന്നറിയപ്പെടുന്ന അൽ ബിദിയ പള്ളി. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ആ അൽ ബിദിയ പള്ളിയിലേക്ക്. നാടിൻ്റെ ഇന്നലകളെയും ചരിത്ര സ്മാരകങ്ങളെയും എത്ര മനോഹരമായിട്ടാണ് ഈ നാട് സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകരെ ആ ഒരു കാര്യം കൂടെ കൃത്യമായി മനസ്സിലാക്കുക എന്നതും ഈ ഒരു യാത്രയുടെ ലക്ഷ്യമാണ്. ദുബായിൽ 150 കിലോമീറ്ററിലധികം യാത്ര ചെയ്താലാണ് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി പ്രശാന്ത സുന്ദരമായ പ്രദേശത്തിലേക്ക്, അതിൻ്റെ കുളിർമയിലേക്ക്, പഴമയിലേക്ക്. ബിദിയയിൽ എത്തിയിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിന് ബലം നൽകുന്ന നിരവധി വസ്തുക്കൾ ഇത്തരത്തിലുള്ള ഉത്ഖനന പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പുറകിലായാണ് അൽ ബിദിയ പള്ളി നിലകൊള്ളുന്നത്. ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഒരു കാലത്ത് കടൽ വഴി സഞ്ചരിച്ചിരുന്നവർക്ക് ഇടത്താവളമായിരുന്നു ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് മലകളാലും ചുറ്റപ്പെട്ട ബിദിയ എന്ന മനോഹരമായ കൊച്ചു ഗ്രാമം. അവിടെ മലയുടെ മടിത്തട്ടിൽ നൂറ്റാണ്ടുകളായി പ്രാർത്ഥനയുടെ പുണ്യം നുകർന്നിരിക്കുകയാണ് ഈ മസ്ജിദ്. അടിയാണ് ആകെ ഒരു പള്ളിയുടെ വിസ്തീർണം. നിർമ്മാണത്തിലും വലിയ സവിശേഷതകളാണ് ഈ പള്ളിക്കുള്ളത്. 4 മിനാരങ്ങളാണ് ഈ പള്ളിക്ക് ആകെയുള്ളത്. ഈ മിനാരങ്ങളെല്ലാം ഒരുമിച്ച് ഒരൊറ്റ തൂണിൽ ബന്ധിപ്പിച്ച നിലയിലാണ്. ഇത്തരത്തിൽ ഒരു നിർമ്മിതി ലോകത്ത് മറ്റൊരു പള്ളിക്കുണ്ടോ എന്ന കാര്യം സംശയമാണ്. ആയിരത്തി 1997-98 കാലഘട്ടത്തിൽ സിഡ്നി സർവകലാശാലയുമായി ചേർന്ന ഫുജൈറ സർക്കാർ പുരാവസ്തു വകുപ്പ് നടത്തിയ റേഡിയോ കാർബൺ പഠനത്തിൽ AD 1446 ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തിയത്. എന്നാൽ അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ പള്ളി ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നവരും ഏറെയാണ്. മണ്ണും ഉരുണ്ട കരിങ്കല്ലും ചുണ്ണാമ്പും ചേർത്ത മിശ്രിതം പല തട്ടുകളിൽ തേച്ചു പിടിപ്പിച്ചാണ് ഭിത്തികൾ ഉൾപ്പെടെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും പള്ളിയെ സംരക്ഷിച്ചു നിർത്തുന്നതും ഈ നിർമ്മാണ രീതിയിലെ സവിശേഷത തന്നെയാണ്. പിന്നീട് കാലപ്പഴക്കത്താൽ പള്ളിക്ക് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നതോടെ ഫുജൈറ പുരാവസ്തു വകുപ്പ് പള്ളിയുടെ പ്രാചീന രൂപത്തിന് ഒരു കോട്ടവും വരാതെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് സംരക്ഷിക്കുന്നത്. അന്ന് പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അംഗശുദ്ധി വരുത്താനായി ഉപയോഗിച്ചിരുന്ന കിണറാണിത്.
ഇന്നും അതേ തനിമയോടുകൂടി തന്നെ കൃത്യമായി സംരക്ഷിച്ചിട്ടുണ്ട് സർക്കാർ. അത്തരത്തിലുള്ള 2 കോട്ടകളും ഇവിടെ നിന്നാൽ കാണാം. അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ജീവിത രീതി കൃത്യമായി തന്നെ മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇപ്പോഴും അത് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് മലകൾ താണ്ടിയും കടൽ കടന്നുമെല്ലാം ശത്രുക്കൾ വരുന്നത് ഉൾപ്പെടെ ദൂരെ നിന്ന് മനസ്സിലാക്കാനായിട്ടായിരിക്കണം ഈ ഒരു കോട്ട ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഞാൻ ഇവിടെ ആയിട്ട് 23 വർഷമായി. ഒത്തിരി പേര് വരാറുണ്ട് സീസൺ. ഈ വെക്കേഷനിലൊക്കെ എൻ്റെ ആളുണ്ടാകുന്നുണ്ട്. 5 നേരം പ്രാർത്ഥന നടക്കാറുണ്ട്. ഇമാമുണ്ട് ഇവിടെ ഈ പള്ളിയിൽ. UAE ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പഴയ ഇവിടെ UAE നേരത്തെ സ്റ്റേ ചെയ്യുന്ന ആളുകൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത്. കാരണം ഇവിടെ ഒരു പള്ളിയുണ്ട്, പുരാതനമായ പള്ളിയുണ്ട്. അപ്പോൾ പൈതൃകമായിട്ട് അത് സംരക്ഷിച്ച് പോരുന്നതാണ് UAE ഗവൺമെൻറ്. ഒരു ചരിത്ര സ്മാരകം സന്ദർശിച്ച് മടങ്ങുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെയും അവരുടെ ജീവിത രീതികളെയും കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിൽ ഈ സ്മാരകം സംരക്ഷിക്കുന്ന ഈ നാടിനാണ് വലിയ അഭിനന്ദനം നൽകേണ്ടത്. ഒരുപക്ഷെ നമുക്കും ഏറെ പഠിക്കാനുണ്ട്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.